നമസ്തേ. ജനം സൺഡേ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മുട്ടിൽ മരംമുറി കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലുള്ള ഗൂഢാലോചനയും അട്ടിമറി ശ്രമങ്ങളും ഒക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. പല ഘട്ടങ്ങളിലായി പല രീതിയിലുള്ള അട്ടിമറി ശ്രമങ്ങളാണ് നടക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നതും റവന്യൂ റിക്കവറി നടപടികൾ പോലും മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ്. മേപ്പാടി മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾ നിർത്തിവെച്ചു എന്നാണ് വിവരാവകാശ പ്രകാരം ഡെപ്യൂട്ടി കളക്ടർ നൽകിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നത്. എന്നാൽ കുറ്റകൃത്യത്തിന് പിഴയായി ചുമത്തുന്ന തുകയ്ക്ക് ഇത്തരം ഇളവുകൾ ബാധകമല്ലെന്ന് കോടതി ഉത്തരവുകളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെയും നടക്കുന്നത്. ജനം സൺഡേ ഡിബേറ്റ് പരിശോധിക്കുന്നു. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആര്? ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കെന്ത് ഈ വിഷയത്തിൽ? ഇപ്പോഴും അട്ടിമറി ശ്രമങ്ങൾ നടത്തുന്നത് പ്രതികൾക്ക് വേണ്ടി തന്നെയോ? ഇന്ന് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ: വയനാട് BJP ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് മലവയൽ, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മുട്ടിൽ മരമുറി കേസിൽ ജോസഫ് മാത്യു, ഒപ്പം ജനം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഐസൺ ജോസ്, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കരയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ജോസഫ് മാത്യു, മുട്ടിൽ മരമുറി കേസുകളിലെ റവന്യൂ റിക്കവറി നടപടികൾ വൈകിപ്പിക്കുന്നു, ഏതാണ്ട് നിർത്തിവെച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനവർ നൽകുന്ന ന്യായീകരണം എന്ന് പറയുന്നത് മേപ്പാടി ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾ നിർത്തിവെച്ചപ്പോൾ ഇതും പെട്ടു എന്നാണല്ലോ. സാധാരണഗതിയിൽ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ കുറ്റകൃത്യങ്ങളിൽ പിഴ ചുമത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരം ഇളവുകൾ ബാധകമാകുകയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവർ ഇതിന്മേൽ ഈ ഒരു ന്യായീകരണം നിരത്തുന്നത്? തീർച്ചയായും ഈ മൊറട്ടോറിയം പ്രഖ്യാപിക്കേണ്ടതിന്റെ സാഹചര്യങ്ങളെല്ലാം സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും ഒക്കെ വിധികളിലൂടെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ ഉള്ള വിഷയം KLC, കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം ഈ നിയമവിരുദ്ധ മരമുറിയുമായി ബന്ധപ്പെട്ട് മുറിച്ചു വീഴ്ത്തിയ മരങ്ങൾ സർക്കാർ കസ്റ്റഡിയിൽ എടുത്തിരുന്നു, റവന്യൂ വകുപ്പ്. അതിന് പിഴ ചുമത്തുന്ന നടപടികൾ ഈ കേസിൽ 2021 ജനുവരിയിൽ ആരംഭിച്ച KLC നടപടികളാണ്. അത് ഇപ്പോൾ 4.5 വർഷങ്ങളായപ്പോൾ ആ നടപടി പൂർത്തീകരിച്ച് തൃക്കൈപ്പറ്റ വില്ലേജിൽ വലിയൊരു രാജകീയ വൃക്ഷമായ വീട്ടിമരം, 500 വർഷത്തിലധികം പഴക്കമുള്ളത്, മുറിച്ചു വീഴ്ത്തിയതിന് സുഹറ എന്ന ഭൂവുടമയ്ക്ക് എതിരെ ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം 37,27,416 രൂപ റവന്യൂ വകുപ്പ് പിഴ ചുമത്തിയിട്ടുണ്ട്. ആ പിഴ ചുമത്തിയത് 2024-ലാണ്. 2024 ചുമത്തിയ പിഴ വസൂലാക്കാൻ നടപടിയെടുക്കുന്നതിനിടയിൽ ഇത് വസൂലാക്കുന്നതിന് എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ എന്ന് അറിയുന്നതിന് വൈത്തിരി തഹസിൽദാർക്ക് കൊടുത്തപ്പോൾ, അറിയാൻ വേണ്ടി വൈത്തിരി തഹസിൽദാരോട് ചോദിച്ചപ്പോൾ, പിഴത്തുക കക്ഷിയിൽ നിന്നും വസൂലാക്കുന്നതിന് തടസ്സമൊന്നുമില്ല എന്ന് വൈത്തിരി തഹസിൽദാർ 2020 ഈ കഴിഞ്ഞ വർഷം ജനുവരി 8-ാം തീയതി 8/1/2025 മറുപടി വന്നിട്ടുണ്ട്. അപ്പോൾ പിഴ വസൂലാക്കാം എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ആ നടപടി കൈക്കൊള്ളേണ്ടത് തൃക്കൈപ്പറ്റ വില്ലേജ് ഓഫീസറാണ്. പിന്നീട് തൃക്കൈപ്പറ്റ വില്ലേജ് ഓഫീസർ 9/6/2025 ജൂൺ മാസത്തിൽ വൈത്തിരി തഹസിൽദാരോട് എഴുതി ചോദിച്ചിരിക്കുകയാണ്, ചൂരൽമല ഉരുൾപൊട്ടലിന് ഉരുൾപൊട്ടലിന് ശേഷം വൈത്തിരി താലൂക്കിൽ ജപ്തി നടപടികൾക്ക് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ശ്രീമതി സുഹറ സോൻസോ എന്നവർ കൈവശം വരുന്ന തൃക്കൈപ്പറ്റ വില്ലേജിൽ ജപ്തി നടപടികൾ കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്ന്. ഈ സാഹചര്യത്തിൽ വിഷയത്തിൽ ഓഫീസിൽ നിന്ന് സ്വീകരിക്കേണ്ട തുടർ നടപടികൾ സംബന്ധിച്ച് സ്പഷ്ടീകരണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും വില്ലേജ് ഓഫീസർ എഴുതിയിരിക്കുകയാണ്. പക്ഷെ വളരെ വ്യക്തമായിട്ട് തഹസിൽദാർ കൊടുത്തിരുന്നതാണ്. വില്ലേജ് ഓഫീസർ എഴുതി. അപ്പോൾ
ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ തഹസിൽദാരുടെ മറുപടിയാണ് ഗവൺമെന്റ് ഉത്തരവുണ്ടെന്ന് പറയും. എന്നാൽ ആ ഉത്തരവിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 23/9/2024 ഇറങ്ങിയ മൊറട്ടോറിയം എന്ന് പറയുന്ന ആ ഉത്തരവിൽ പ്രത്യേകം വൈത്തിരി താലൂക്കിലെ കുടിശ്ശികകൾ എന്നിവയാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ റവന്യൂ റിക്കവറി നടപടികൾ പ്രകാരം സ്വീകരിക്കേണ്ടതില്ല എന്ന വിവരം അറിയിക്കുന്നു. അപ്പൊ വായ്പകളും കുടിശ്ശികകളുമാണ്. ഇത് ആ രൂപത്തിൽ ഉള്ള ഒരു സംഖ്യയല്ല, ഇതൊരു പിഴ സംഖ്യയാണ്. ഒരു ക്രിമിനൽ കുറ്റകൃത്യം കഴിഞ്ഞ് സിവിൽ കുറ്റകൃത്യത്തിലും ആകാം. ഒരു പിഴ സംഖ്യയാണ്, സർക്കാരിലേക്ക് വരേണ്ട പൈസയാണ് ഈ 37,27,412 രൂപ. അപ്പോൾ ഇപ്പോൾ റവന്യൂ വകുപ്പ് ഇത് ജില്ലാ കളക്ടർ ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. വയനാട് ജില്ലാ കളക്ടർ 23/9/2024 വൈത്തിരി തഹസിൽദാർക്ക് കൊടുത്ത ഡയറക്ഷനാണിത്. ഈ ഡയറക്ഷൻ പ്രകാരം അവരിത് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പിഴസംഖ്യ വസൂലാക്കാതിരിക്കുക. അതെല്ലാം എനിക്ക് തോന്നുന്നത് ഇത് ഒരു നിയമപരമായ കാര്യമല്ല. പക്ഷേ മുകളിൽ നിന്നുള്ള ഡയറക്ഷൻ, അതായത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ നമ്മുടെ ചീഫ് സെക്രട്ടറി, അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമല്ലോ, അദ്ദേഹത്തിന്റെയും കൂടി ഒരു അറിവോട് കൂടിയാണ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, തീർച്ചയായും താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ഷംസാദ് മരക്കാർ ചേരുന്നുണ്ട്. ടെലിഫോൺ ലൈനിലാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുന്നത്. ശ്രീ ഷംസാദ് മരക്കാർ, വിവാദ ഉത്തരവ് ഒക്ടോബർ 20, 2020 അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി അവ്യക്തമായ രീതിയിലുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അത് മുതലെടുത്തുകൊണ്ടാണ് അത് റദ്ദാക്കുന്നത് വരെയുള്ള 3 മാസത്തെ കാലയളവിനുള്ളിൽ പരമാവധി മരം വെട്ട് നടന്നത്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നു, എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി ജില്ലകളിലൊക്കെ നടന്നു. പക്ഷേ വയനാടായിരുന്നു അതിൻ്റെ ഏറ്റവും ഭീകരത നമ്മൾ കണ്ടത്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ വൃക്ഷങ്ങളാണ് ഇത്തരത്തിൽ മുറിച്ചു മാറ്റപ്പെട്ടത്. അതിനെല്ലാം ശേഷം ഈ ഗൂഢാലോചന എന്തിന് നടത്തി, ഈ വിവാദ ഉത്തരവ് എന്തിന് പുറത്തിറക്കി, അതിനുശേഷമുള്ള അട്ടിമറി ശ്രമങ്ങൾ, കുറ്റകൃത്യത്തിലടക്കം ദുർബല വകുപ്പുകൾ ചുമത്തുന്നത്, കുറ്റപത്രത്തിലടക്കം ദുർബല വകുപ്പുകൾ ചുമത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. റവന്യൂ റിക്കവറി നടപടികൾ പോലും വൈകിപ്പിക്കുകയും ഏതാണ്ട് പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഒരു വലിയ വനം കൊള്ള നടക്കുന്നു, ഗൂഢാലോചന തുടർന്നും നടക്കുന്നു. അതിനുശേഷം കൃത്യമായ ആസൂത്രണത്തോടുകൂടി അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? മുട്ടിൽ മരമുറി അല്ലെങ്കിൽ വനംകൊള്ളയുമായി ബന്ധപ്പെട്ട് ഇത് സംഭവിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ജയതിലക് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഇറക്കിയ ഈ വിവാദമായ വിചിത്രമായ ഉത്തരവാണ്. ആ ഉത്തരവ് വിചിത്രവും വിവാദവുമാകുന്നത് ആ ഉത്തരവിന്റെ അവസാനത്തെ 2 വരികളാണ്. കാരണം ഇതിനെ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്തുള്ള കുഴപ്പം ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ ഇതിനകത്ത് തടയിടാനോ ഉള്ള ഒരു അധികാരമില്ല എന്നും അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവർക്കെതിരെ നടപടി വരുമെന്നും. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് ഉത്തരവുകൾ, അഥവാ വിവിധ വകുപ്പുകൾ വിവിധ ഘട്ടത്തിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് യാതൊരുവിധ അധികാരവുമില്ല, ഈ ഉത്തരവ് പൂർണ്ണമായും അനുസരിക്കപ്പെടണം എന്നുള്ള രീതിയിൽ ഉത്തരവിറക്കിയത് ആദ്യത്തെ ഉത്തരവ് ശ്രീ ജയതിലകിന്റെ ഈ ഉത്തരവായിരിക്കും. ഇതിന് പിൻബലത്തിലാണ് മരമുറി നടന്നത്. ഇനി താങ്കൾ ചോദിച്ചതുപോലെ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഈ മരമുറി നടന്നത്. അതിനൊരു കാരണം ഒരു പഞ്ചായത്ത് പ്രദേശത്ത് വില്ലേജ് ഉൾപ്പെടുന്ന തൃക്കൈപ്പറ്റ വില്ലേജ്, അങ്ങനെ ഒരു ചെറിയ പ്രദേശത്താണ് ഈ ഭീകരമായ രീതിയിൽ മരമുറി നടന്നത്. ഇടുക്കിയിലും എറണാകുളത്തും കേരളത്തിന്റെ മറ്റു പല ജില്ലകളിലും പല മേഖലകളിൽ പല രീതിയിലാണ് നടന്നതെങ്കിൽ ഇവിടെ ഒരു പഞ്ചായത്ത്, അതായത് മുട്ടിൽ പഞ്ചായത്തിലെ ചില വാർഡുകൾ, ആ വാർഡുകളിൽ തൃക്കൈപ്പറ്റ വില്ലേജിന് കീഴിലുള്ള പ്രദേശത്താണ് വ്യാപകമായ ഈട്ടിമരങ്ങൾ മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ തന്നെ ഏറ്റവും സാധാരണക്കാരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ലാൻഡിൽ നിന്ന് അടക്കമാണ് ഈ മരം മുറി നടന്നിരിക്കുന്നത്. ഇപ്പൊ റിസർവ് ചെയ്ത മരങ്ങൾ മുറിക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമായ ഒരു സമയത്താണ് റിസർവ് മരങ്ങൾ മൊത്തം മുറിക്കുന്നത്. ഈ റിസർവ് മരങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം സർക്കാരിലും അതിന്റെ ഒരു നോട്ടം എന്ന് പറയുന്നത് ആ ഭൂമി ഉടമയിൽ നിക്ഷിപ്തമായിരിക്കുന്ന സമയത്താണ് ഇത് മുന്നോട്ട് പോകുന്നത്.
ഇപ്പൊ നമ്മളിപ്പോ മഴക്കാലവും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ഒരു മരം പോലും മുറിച്ചു മാറ്റണമെങ്കിലുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ തന്നെ വീട്ടിമരമോ തേക്കോ ആണെങ്കിൽ തന്നെ അത് നമ്മൾ ഫോറസ്റ്റിൽ പോകണം, അതിന്റെ വാല്യുവേഷൻ എടുക്കണം, കലക്ടറുടെ അനുമതി വാങ്ങണം, മുറിക്കുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം വേണം, അത് മുറിക്കണം, അത് അവിടെ നിന്ന് മാറ്റി അത് അവരുടെ കുപ്പാടി റേഞ്ച് ഓഫീസ് എത്തിക്കുക എന്ന് പറയുന്ന അത്രയും ഒരു പ്രോസസ്സ് ഒരു അപകടകരമായ വീട്ടിമരം മുറിക്കുമ്പോൾ പോലും ഉള്ള ഒരു ജില്ലയിൽ ഈ തരത്തിൽ വലിയ വ്യാപകമായി മരമുറി നടന്നു. ഇതിനുശേഷം ഇത് വലിയ വിവാദമായി. ഈ വിവാദമായപ്പോൾ 3 മാസത്തിനുള്ളിലാണ് ഈ ഉത്തരവ് പിൻവലിക്കപ്പെടുന്നത്. ഈ ഉത്തരവ് എന്തിനു വേണ്ടിയിട്ടാണ് സർക്കാർ പുറത്തിറക്കിയത് എന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇത് കർഷകർ ആവശ്യപ്പെട്ടതാണോ? കർഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥരെ ബ്ലെയിം ചെയ്തുകൊണ്ട് ഈ ഉത്തരവ് ഉണ്ടാവേണ്ട കാര്യം? അല്ലെങ്കിൽ ഇത് എന്ത് രീതിയിലാണ് ഇത് ഇറങ്ങിയത്? അല്ലെങ്കിൽ ഈ ഇറക്കിയ സതുദ്ദേശപരമായി ഇറക്കിയ ഉത്തരവാണെങ്കിൽ എന്തിനിത് പിൻവലിച്ചു? ഇതെല്ലാം പറയേണ്ടത് ജയതിലകായിരുന്നു. പക്ഷെ ആ ജയതിലക് ഇപ്പൊ പ്രൊമോട്ടഡായി നമ്മുടെ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം സമയത്തിൽ ഇതിനകത്ത് സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലും തെറ്റാവുന്ന ഒരു സാഹചര്യമാണ്. ഇതിനുശേഷം ഇതിനകത്ത് അന്വേഷണങ്ങൾ നടന്നു, പരാതികൾ നടന്നു, മാധ്യമപ്രവർത്തകരടക്കം വലിയ രീതിയിൽ ഇടപെടൽ നടത്തി, പൊതുപ്രവർത്തകർ ഇടപെടൽ നടത്തി, കേരളത്തിൽ വലിയ ചർച്ച നടന്നു. ഇതിനുശേഷമാണ് അന്വേഷണം രൂപീകരിക്കുന്നത്, അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ വളരെ മികച്ച രീതിയിൽ ഇതിന്റെ അന്വേഷണം പോയതാണ്. അതിലൊരു തർക്കവും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു പൊതുപ്രവർത്തകനോ ഇല്ലാതിരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അന്വേഷണ സംഘത്തിനിടയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും ചില ആളുകൾ ഡിവൈഎസ്പി ബെന്നി അടക്കമുള്ള ആളുകൾ ഇതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതോടുകൂടി തന്നെ ഈ പറഞ്ഞ അന്വേഷണങ്ങൾ വഴിമുട്ടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് കുറ്റപത്രം സമർപ്പിക്കും, ഏറ്റവും വളരെ ദുർബലമായ ഒരു കുറ്റപത്രം സമർപ്പിക്കും. ഈ കുറ്റപത്രത്തിന്റെ മേലെ കോടതിയിൽ നടക്കുന്ന കേസ് വന്നാൽ സ്വാഭാവികമായി ഇതിനകത്ത് ഈ മരമുറി നടത്തിയ മുഴുവൻ ആളുകളും രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമല്ല, ഈ മരം ആരുടെ ഭൂമിയിലെ റിസർവ് മരമായിരുന്നോ ആ ഭൂമി ഉടമ മാത്രം ഇതിനകത്ത് പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറയുന്നത് സുഹറയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് അവര് വളരെ ചെറിയ പൈസക്ക് 20,000 രൂപയ്ക്കോ ഒരു 25,000 രൂപയ്ക്കോ ആണ് ഈ ഉത്തരവുമായി വരുന്നതിന്റെ ഫലമായി ഈ മരം മുറിക്കാൻ സമ്മതം കൊടുത്തത് അവരുടെ പ്രദേശത്ത് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ അവർക്ക് വരുന്ന ബാധ്യത എന്ന് പറയുന്നത് വലുതാണ്. അവർക്ക് കിട്ടിയ പൈസ എന്ന് പറയുന്നത് 20,000 രൂപ. ഇപ്പൊ കരിങ്കണ്ണിക്കുന്ന് പ്രദേശത്ത്, മലങ്കര പ്രദേശത്തെ ആദിവാസി വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് 10ഓളം മരങ്ങൾ മുറിക്കപ്പെട്ടിട്ടുണ്ട്. ആ മരങ്ങളുടെ എല്ലാം ഉടമസ്ഥാവകാശം നിലനിന്നിരുന്നത് സ്വാഭാവികമായും ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അടുത്താണ്. അവർക്കൊക്കെ കിട്ടിയ തുക എന്ന് പറയുന്നത് 10,000 രൂപ 15,000 രൂപയാണ്. പക്ഷെ ആ മരത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്. അത് അവർക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവരതിന്റെ ബാധ്യതയും ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നു. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഇതിന് നേതൃത്വം നൽകിയ ആളുകൾക്കൊന്നും യാതൊരുവിധ പ്രയാസവും ഇപ്പൊ നിലവിലില്ല എന്നുള്ളതും ഈ കുറ്റപത്രം ഏറ്റവും ദുർബലമാക്കാൻ അവർക്ക് കഴിയുകയും ആ ദുർബലമായ കുറ്റപത്രം വഴി അവരെല്ലാം പുറത്തു പോവുകയും ചെയ്യും. ഈ സർക്കാർ ഉത്തരവാണ് ഞങ്ങൾ ഇതിന് കാരണമായി മരം മുറിക്കാൻ നടത്തിയ നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ ഉത്തരവിന് വെച്ചുകൊണ്ട് മരം മുറിച്ചുകൊണ്ട് തെറ്റില്ല എന്നുള്ളൊരു വിധി വരികയും ചെയ്താൽ ഇവരെല്ലാവരും പുറത്തു പോകും. ഈ വിവാദമായ ഉത്തരവുണ്ടാക്കിയ ശ്രീ ജയതിലക് ഉത്തരവ് പിൻവലിച്ചു എന്ന് പറയുന്നതോടുകൂടി അദ്ദേഹവും ഇതിനകത്തുനിന്ന് പുറത്തു പോകും. ഈ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്കാണ് ഇതിനകത്ത് പ്രയാസം ഉണ്ടാവുക എന്നുള്ളത്. സർക്കാർ സത്യസന്ധമായി അന്വേഷിക്കുകയും ഇതിനകത്ത് നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ട ഒരു സർക്കാർ എങ്ങനെ ഈ ഒരു വിവാദമായ മരമുറിയെ ഒതുക്കി തീർത്ത് ഇതിനകത്ത് പ്രതികളായ ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാം എന്നാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരോ പറയുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള മുഴുവൻ കുഴപ്പങ്ങളും പറഞ്ഞത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അദ്ദേഹം സർക്കാരിന്റെ ഭാഗമായിരുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഇതിനകത്തെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഇത് പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കേസ് കോടതിയിലേക്ക് പോയാൽ ഇതിനകത്തൊന്നും സംഭവിക്കില്ല എന്ന് പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. സർക്കാർ ഈ അന്വേഷണം പ്രഹസനമായിട്ടാണ് നടത്തിയത്. അതുകൊണ്ട് ശ്രീ സംഷാദ് മരക്കാർ, ഇവിടെ കുറ്റപത്രത്തിൽ അടക്കം വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങ് ഏറ്റവും ദുർബലമായ വകുപ്പുകൾ തന്നെയാണ് എന്ന് മാത്രമല്ല, പോലീസിന്റെ കുറ്റപത്രം മാത്രമാണ്. വനം വകുപ്പിന്റെ കുറ്റപത്രം ഒന്നും ഇതുവരെ കോടതിക്ക് മുൻപാകെ എത്തിയിട്ടുമില്ല. പല രീതിയിലുള്ള അട്ടിമറി ശ്രമങ്ങളുമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണ സംവിധാനം അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ ഇത് എത്രത്തോളം സുതാര്യമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ട്? ഒരുപക്ഷെ ഒരു സ്വതന്ത്ര ഏജൻസി, CBI പോലുള്ള ഒരു സ്വതന്ത്ര അന്വേഷണ സംഘമല്ലേ യഥാർത്ഥത്തിൽ ഇത് അന്വേഷിക്കേണ്ടത് ഇനി?
തീർച്ചയായും നമ്മൾ ഒരു കേസിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതായത് മരം മുറിച്ചു എന്നുള്ളതാണ് കേസ്. ഇത് മാത്രമല്ല ഇതിനകത്തുള്ള കേസ്. ഈ മരം മുറിച്ചൊരു കേസ് നിലവിലുണ്ട്, ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ കേസുണ്ട്, ഉദ്യോഗസ്ഥരെ മറ്റു വഴിയിലൂടെ മോശക്കാരായി ചിത്രീകരിക്കാൻ ശ്രമിച്ച കേസുണ്ട്, താലൂക്ക് ഓഫീസിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ കേസുണ്ട്, വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ കേസുണ്ട്. ഇങ്ങനെ പല കേസുകളുണ്ട്. അതിനോടൊപ്പം വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ, അതായത് ഈ ത്തിന്റെ അധികാരം എന്ന് പറയുന്നത് റവന്യൂവിനാണെങ്കിലും ഇതൊരു മരമായതുകൊണ്ട് ഇതിന് വനം വകുപ്പിന് ഒരുപാട് ഇടപെടലുകൾ നടത്താൻ കഴിയും. വനം വകുപ്പ് ഇതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല. ആദ്യഘട്ടത്തിൽ ഇത് വിവാദമായപ്പോൾ ഇതിന്റെ DNA പരിശോധന നടത്തുമെന്നും ഇതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കും, ഇതിനോടൊപ്പം ഇതിന്റെ അകത്ത് സാമ്പത്തികമായ ബാധ്യതകൾ എത്രയാണ് എന്ന് കണ്ടെത്തുമെന്നൊക്കെ പറഞ്ഞ് വനം വകുപ്പ് ഏറ്റവും പതുക്കെ, അതായത് ഇതിൽ കൂടുതൽ പതുക്കെ ഒരു സംവിധാനത്തെ കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഈ മരങ്ങൾ മുഴുവൻ പല സ്ഥലത്ത് ഹോൾഡ് ചെയ്ത് വെക്കുകയും അത് ഇനി ഒരു കേസിന്റെ കാര്യങ്ങളോ മറ്റ് വരുമ്പോഴേക്കും ഇത് നശിച്ചു പോയിട്ടുണ്ടാകും. ഉറപ്പായും ഇതിനകത്ത് കാലപ്പഴക്കം വന്നിട്ടുണ്ടാകും. അങ്ങനെ എങ്ങനെയൊക്കെ പ്രതികളെ രക്ഷിക്കാം എന്നുള്ളതാണ് സർക്കാർ സംവിധാനങ്ങൾ നോക്കുന്നത്. അത് റവന്യൂ വകുപ്പാണെങ്കിലും വനം വകുപ്പാണെങ്കിലും ഈ രക്ഷിക്കാനുള്ളൊരു പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. ഇവിടെ വയനാട്ടിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഈ തരത്തിൽ മരങ്ങൾ മുറിക്കപ്പെടുന്ന ഒരു പ്രദേശത്ത് ഇപ്പോഴും ആളുകൾ ഒരു ചെറിയ മരം മുറിക്കാൻ വലിയ പ്രയാസം നേരിടുകയും എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു കൊമ്പെങ്കിലും ഒരു ശിഖരം മുറിച്ചാൽ അതിനെതിരെ നടപടി എടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് റവന്യൂ വകുപ്പും വനം വകുപ്പും. ആ ആളുകൾ ഇപ്പോഴും ഈ ജില്ലയിൽ വളരെ ഫാസ്റ്റായി പാവപ്പെട്ട ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ മൂവ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയ ഈ കേസിൽ അവർക്ക് എടുക്കേണ്ട നടപടികൾ എടുക്കേണ്ട സമയത്ത് ഒന്നും ചെയ്യാതെ ഈ ആളുകളെ മാറ്റുകയാണ്. ഇത് പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ വനം വകുപ്പിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ ഭാഗത്ത് ആരെങ്കിലും ഇതിനകത്ത് ശിക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ ഒരിക്കൽ പോലും കരുതരുത്. കാരണം ഒരാളെ ശിക്ഷിക്കാതിരിക്കാനുള്ള എല്ലാ പഴുതും ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. ഇത് സ്വതന്ത്രമായി അന്വേഷിക്കപ്പെടണം. ഇത് വയനാട്ടിൽ മാത്രമല്ല, മുട്ടിൽ മരമുറി മാത്രമാവരുത്. ഈ ഉത്തരവ് ജയതിലകിന്റെ അതിവിചിത്രവും വിവാദവുമായ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനത്ത് നടന്ന മുഴുവൻ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം. ഞാൻ ഒരു കാര്യം കൂടി പറയും. ഇതിനകത്ത് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ആദ്യം ഒരു അലിഗേഷൻ ഉണ്ട്. കാരണം ഇവിടെ നിന്ന് മുറിച്ച മരങ്ങൾ താഴേക്ക് പോകാൻ വേണ്ടി അർദ്ധരാത്രിയിൽ യാതൊരുവിധ പാസും ഇല്ലാതെ ഈ വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ തുറന്നു കൊടുത്തത് വിവാദമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥർ അന്ന് ഇതിനെ സഹായിച്ചു നിന്നിട്ടുണ്ട്. ഇപ്പോ ഒരു ഉത്തരവിന്റെ ഭാഗമായിട്ട് മരം മുറിച്ചു, എന്നാലും ആ മരം കടത്തിക്കൊണ്ടു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വയനാട്ടിൽ നിന്ന് മറ്റ് ജില്ലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. അതുപോലും പാലിച്ചിട്ടില്ല. രാത്രി വരുന്നു, തുറന്നു കൊടുക്കുന്നു, വാഹനം പോകുന്നു. അവരുടെ രജിസ്റ്ററിൽ പോലും വാഹനത്തിന്റെ നമ്പറോ പോയ എത്ര മരം എന്നുള്ള ലോഡോ കണക്കോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വനംവകുപ്പ് ഇതിനകത്ത് എത്ര രീതിയിൽ അന്വേഷിക്കുമെന്നും കുറ്റപത്രം സമർപ്പിക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇത് സ്വതന്ത്രമായി അന്വേഷിക്കണം. ഇത് മാത്രമാവരുത്, ഈ ഉത്തരവിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന അനധികൃത മരമുറിയെ കുറിച്ച് അന്വേഷിച്ചാൽ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി, ഉദ്യോഗസ്ഥരും ചില ആളുകളും ചേർന്ന് നടത്തിയ ഏറ്റവും വലിയ അഴിമതിയായിരിക്കും കേരളത്തിൽ കാണാൻ കഴിയുക. യഥാർത്ഥ കുറ്റക്കാർ ഇതിനകത്ത് ശിക്ഷിക്കപ്പെടണം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിന്റെ ഭാഗമായി ഈ ഭൂമിയിൽ മരം നിന്ന ഭൂമിയുടെ ഉടമസ്ഥർ അവർ ഏറ്റവും പ്രയാസത്തിലൂടെയാണ് ഇപ്പൊ പോകുന്നത്. കാരണം അവർക്ക് ഇത് വലിയ ബാധ്യതയായി മാറി. അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച ഉദ്യോഗസ്ഥരും ഈ മരം മുറിക്കാൻ പോകുന്ന സ്ഥലത്ത് ഫോറസ്റ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ആളുകൾ മരം മുറിക്കാൻ അനുമതി കൊടുത്തത്. കാരണം ഈ ഉത്തരവ് കാണിക്കുന്നു, അതൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയുന്നു നിങ്ങൾ ഇവർക്ക് മരം കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. ആ വാക്ക് വിശ്വസിച്ച് കൊടുത്തവരാണ് ഇവിടുത്തെ സാധാരണക്കാർ. ഇപ്പൊ അവരെല്ലാം ഇതിനകത്ത് പ്രതിയാവുന്ന സാഹചര്യമാണ്. ആ രീതിയിൽ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിൽ ഈ ഉത്തരവിറക്കിയ ജയതിലകടക്കം ഇത് നടപ്പിൽ വരുത്തിയ ഉദ്യോഗസ്ഥർ, മരമുറിക്കാൻ കൂട്ടുനിന്ന ആളുകൾ എല്ലാവരുമാണ് ഇതിനകത്ത് പ്രതികളാവേണ്ടത്. സാധാരണക്കാരായ ആളുകളല്ല, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവരല്ല ഇതിനകത്ത് പ്രതികളായി മാറേണ്ടത്. വളരെ നന്ദി ശ്രീ ശംഷാദ് മരക്കാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. മുട്ടിൽ മരമുറി അട്ടിമറിയുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. വീണ്ടും ശ്രീ ജോസഫ് മാത്യു, ഒരു വലിയ അഴിമതി നടക്കുന്നു. ആ അഴിമതി കണ്ടെത്തണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരും അതോടൊപ്പം തന്നെ തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അന്വേഷണ സംഘവും വേണം. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഇവിടെ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത് തുടക്കം മുതലുള്ള ഗൂഢാലോചനയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും തുടർന്നുള്ള അന്വേഷണ ഏജൻസികളുടെ ഒത്താശയും ഒക്കെയാണ്. ഇവിടെ പലപ്പോഴും ഇതിന് ഇരയാകുന്നത് നിരപരാധികളുമാണ് എന്നുള്ളതാണ്. മുട്ടിൽ മരമുറി എന്നുള്ള ഒരു വലിയ വനം കൊള്ള ഇനി കൃത്യമായി പൊതുസമൂഹത്തിലേക്ക് തുറന്നു കാട്ടുകയും കോടതിയുടെ മുന്നിലേക്ക്, നീതിന്യായ സംവിധാനത്തിന് മുന്നിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ എല്ലാ തെളിവുകളും പ്രതികൾക്ക് എതിരാകണമെങ്കിൽ തുടർന്നുള്ള ഇപ്പോഴത്തെ അന്വേഷണം മതിയാകുമോ?
മറ്റൊരു ഏജൻസി, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഇതിലൊരു പുനരന്വേഷണം വേണം എന്നുള്ളത്. അത്തരമൊരു പുനരന്വേഷണവും അതോടൊപ്പം തന്നെ അതൊരു സ്വതന്ത്ര ഏജൻസിയും കൂടിയാണ് അന്വേഷിക്കുകയെങ്കിൽ അത് തന്നെയല്ലേ കൂടുതൽ അഭികാമ്യം? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതുവരെയുള്ള സാഹചര്യങ്ങളും ഇതുവരെയുള്ള നടപടിക്രമങ്ങളും എല്ലാം പരിശോധിക്കുമ്പോൾ ഇതിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഞാനൊരു റിപ്പോർട്ട് ADGPക്ക് കൊടുത്തിരുന്നു. അവരത് പരിഗണിച്ചില്ല, അതിന്റെ ആവശ്യമില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ തുടരന്വേഷണമല്ല, ഇതിൽ പുനരന്വേഷണം നടത്തണമെങ്കിൽ മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. പ്രത്യേകിച്ചും ഇതിനകത്ത് കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ ധാരാളം വിധികൾ ഇപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഉന്നത ഉദ്യോഗസ്ഥരാകുമ്പോൾ അതിന്റെ അന്വേഷണം തീർച്ചയായിട്ടും CBI പോലുള്ള മറ്റൊരു ഏജൻസി അന്വേഷിക്കുന്നതാണ് ഉത്തമം. ഇനി നേരത്തെ പറഞ്ഞപ്പോൾ മാഡം ചോദിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ പറഞ്ഞത് പാവപ്പെട്ട കർഷകരായ ആൾക്കാരും ആദിവാസികളായ ജനങ്ങളും ഇതിനകത്ത് ഇരയാക്കപ്പെട്ടു. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ സുഹറ എന്ന് പറയുന്നവരെ അവർ തൃക്കൈപ്പറ്റ വില്ലേജിൽ ഉള്ള 500 വർഷത്തിലധികം പഴക്കമുള്ള സർക്കാരിലേക്ക് റിസർവ് ചെയ്തു വെച്ചിരുന്ന ഒരു വീട്ടിമരമാണ് മുറിച്ചു വീഴ്ത്തിയത്. അത് മുറിച്ചു വീഴ്ത്തിയതിനാണ് ഈ പിഴ സംഖ്യ വിധിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ കാര്യം ഒന്ന് പരിശോധിച്ചാൽ വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ, അതിന്റെ വസ്തുതകൾ രേഖാപരമായി ഞാൻ മനസ്സിലാക്കിയെടുത്താണ്. സുഹറ 11/3/2020 പരിപത്രവുമായിട്ട് ഈ സുഹറ എന്നവർ തൃക്കൈപ്പറ്റ വില്ലേജ് ഓഫീസർ ഉഷാദേവിയെ കണ്ടിരുന്നു ജൂലൈ മാസത്തിൽ, ഈ മരം മുറിക്കാൻ അനുമതി, പരിപത്രത്തിന്റെ പിന്നാലെ തന്നെ അത് ചോദിച്ചുകൊണ്ട്. അപ്പൊ വില്ലേജ് ഓഫീസർ കൊടുത്ത മറുപടി ഇത് രാജകീയ വൃക്ഷമാണ്, ഇത് മുറിക്കാൻ അനുമതിയില്ല എന്ന് വ്യക്തമായി എഴുതി അവരെ മടക്കി അയച്ചു. പിന്നീട് ഈ സുഹറ ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ളയെ സമീപിച്ചു. അതുപോലെ തന്നെ റവന്യൂ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയതിലകനും ഒരു അപേക്ഷ കൊടുക്കുന്നു. അത് ഒക്ടോബർ മാസത്തിലാണ് കൊടുക്കുന്നത്. 7/10/2020 കൊടുത്തു എന്നാണ് രേഖകൾ കൊണ്ട് കാണുന്നത്. ആ അപേക്ഷ റവന്യൂ സെക്രട്ടറിയുടെ കയ്യിൽ എത്തുന്നു. അതിനിടയിൽ 24/10/2020 ഈ ഉത്തരവ്, പിന്നീട് റദ്ദാക്കപ്പെട്ട ഈ തെറ്റായ ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു. ഈ തെറ്റായ ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം ഡിസംബർ മാസത്തിൽ 9/12/2020 റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ജയതിലക് വയനാട് ജില്ലാ കളക്ടർക്ക് ഒരു കത്ത് കൊടുക്കുകയാണ്. ആ കത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ശ്രീമതി സുഹറയുടെ തീയതി വെക്കാത്ത നിവേദനം, റഫറൻസ് പറഞ്ഞതാണ്. സൂചന നിവേദനം ഉള്ളടക്കം ചെയ്യുന്നതോടൊപ്പം ആയത് പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടി സ്വീകരിച്ച് വിവരം അപേക്ഷകയെ അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്നും കത്തിൽ റവന്യൂ സെക്രട്ടറി വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഈ കത്തുമായി സുഹറയുടെ ആൾക്കാർ വീണ്ടും ജില്ലാ കളക്ടറെ സമീപിക്കുന്നു. ജില്ലാ കളക്ടർ അതിന് പ്രത്യേക മറുപടി ഒന്നും പറഞ്ഞില്ല. തുടർന്ന് ആ ഡിസംബർ മാസം അവസാനത്തിൽ ഈ ഈ പറഞ്ഞ വലിയ വീട്ടിമരം സുഹറയുടെ ഭർത്താവ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ മുറിച്ചു വീഴ്ത്തുന്നു. അപ്പോൾ അവർക്ക് ഒരു മൗന അനുമതി ജില്ലാ കളക്ടറായിരുന്ന ഡോക്ടർ അദീല അബ്ദുള്ളയും റവന്യൂ സെക്രട്ടറി ഡോക്ടർ ജയതിലകും കൊടുത്തു എന്നതാണ് ഈ രേഖകൾ കൊണ്ട് മനസ്സിലാകുന്നത്. അതിന്റെ പേരിലാണ് അവരത് മുറിച്ചു വീഴ്ത്തിയതും. പിന്നീട് ഇപ്പോൾ അവരുടെ പേരിൽ ഇത്ര ഫൈൻ ഈടാക്കാൻ നടപടിയെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ ഒരു വീഴ്ച കൂടിയാണ് ഇത്. അതുകൊണ്ട് ഇത് കർഷകർ ഇപ്പൊ 68 പേർക്കെതിരെ ഈ നടപടി എടുത്തിട്ടുണ്ട്. ഈ കോടിക്കണക്കിന് ഏകദേശം 15 കോടിയിൽ പരം വരുന്ന രൂപ മുഴുവൻ അവരിൽ നിന്ന് വസൂലാക്കണം. എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ രണ്ട് പിഴ സംഖ്യ കേവലം ഒരു റോജി അഗസ്റ്റിനോ ആൻഡോ അഗസ്റ്റിനോ മാത്രം അടച്ചു തീർക്കാൻ കൽപ്പിക്കുമെന്ന് തോന്നില്ല. നിയമപരമായിട്ട് അത് കഴിയില്ല. കാരണം കർഷകർ ലാൻഡ് ഉടമകൾ ഇവരല്ലേ. ആൻഡോ അഗസ്റ്റിന്റെയും റോജി അഗസ്റ്റിന്റെയും പറമ്പിൽ ഭൂമിയിൽ നിന്ന് മുറിച്ച മരങ്ങൾ വളരെ കുറവാണ്. ഇത് പരിശോധിച്ചാൽ കാണാം. ബാക്കി മുഴുവൻ ഈ കർഷകരുടെയാണ്, ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മുറിച്ചതാണ്. അപ്പം വയനാട്ടിലെ കർഷകരും അതും ആദിവാസികളായ കുറെ ആൾക്കാരും ഉണ്ട്.
ഇവരുടെ എല്ലാം ഭൂമിയിൽ. അപ്പോൾ പിഴ നടപടികൾ അവർക്കെതിരെ നിയമപരമായിട്ട് അവർക്കെതിരെയാണ് നീങ്ങുക. റവന്യൂ വകുപ്പിൽ റവന്യൂ കമ്മീഷണർ ഇന്ന് വരെ വ്യക്തത വരുത്തിയിട്ടില്ല. സർക്കാർ ഒരു തീരുമാനമെടുത്തു, ആദിവാസികളെയും കർഷകരെയും ഒഴിവാക്കുന്നു എന്നുള്ള തീരുമാനം സർക്കാർ എടുത്തതൊക്കെ കണ്ടു. പക്ഷേ ആ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ അത് ലീഗലൈസ് ചെയ്ത് നിയമപരമായി അത് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് അവരുടെ പേരിൽ വേണ്ടാന്ന്. അപ്പൊ അങ്ങനെ ഉത്തരവിറക്കുമ്പോൾ ഒരു പ്രശ്നമാണ്. ചീഫ് സെക്രട്ടറി ഇനി അങ്ങനെ ഒരു ഉത്തരവിറക്കുമ്പോൾ അങ്ങനെ ഉത്തരവ് വേണ്ട എന്ന് തീരുമാനിക്കുക എന്തിന്റെ അടിസ്ഥാനം? അപ്പോൾ പിന്നെ ഈ പിഴ ആരടയ്ക്കണം എന്നും കൂടി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് വ്യക്തമാക്കണം. എല്ലാം അദ്ദേഹത്തിന്റെ കൈകളിലൂടെയാണല്ലോ ഈ രേഖകളെല്ലാം വന്നുപോയത്. അപ്പൊ അതിനും അദ്ദേഹം വ്യക്തമാക്കണം. ഇതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ടാണ് റവന്യൂ നടപടികൾ മുഴുവനും അവിടെ കിടക്കുന്നത്. വനം വകുപ്പ് നടപടികൾ പാടെ നിശ്ചലമാക്കിയിട്ടിരിക്കുന്നത്. പോലീസ് കേസാണെങ്കിൽ ഇത്തരത്തിൽ ഒരു വ്യക്തതയില്ലാതെ കൊടുത്തിരിക്കുന്ന ഒരു ദുർബലമായ കുറ്റപത്രം കൊടുത്ത് ഇനിയും കൊടുക്കാൻ ബാക്കിയുണ്ട്. ഈ അവസ്ഥയിലും കിടക്കുന്നത്. ഇതെല്ലാം ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ തന്നെയാണ്. അവരെന്തിനു വേണ്ടി ചെയ്തു പോകുന്നത് ഉള്ളത് അവർ വ്യക്തമാക്കണം. തിരികെ ചർച്ചയിലേക്ക് ഐസൺ ജോസിലേക്ക് പോകുന്നു. ഐസൺ തുടക്കം മുതൽ കൃത്യമായി തന്നെ ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും ഒടുവിലായി അതിൻ്റെ അട്ടിമറി ശ്രമങ്ങളും ജനം ടി വിയിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നോക്കേണ്ടതല്ലേ? കാരണം അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് നിലവിൽ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്. ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷം ഇതിന്മേലൊരു വിശദീകരണം നൽകാൻ ജയതിലക് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിൽ ഒരു അവ്യക്തത ദൃശ്യമാകുന്നുണ്ട് എന്നുള്ളത് ഒരു ഒഴുക്കൻ മട്ടിൽ രേഖാമൂലം പറഞ്ഞ അന്നത്തെ വയനാട് ജില്ലാ കളക്ടർ അദീല അബ്ദുള്ളയും തുടർ വിശദീകരണം നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്ന് മുഖ്യമന്ത്രി അന്നു പറഞ്ഞെങ്കിലും ഈ ഒരു ഉത്തരവ് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ആർജവം മുഖ്യമന്ത്രിയും കാണിച്ചില്ല. ഞങ്ങൾ DNA പരിശോധനയടക്കം നടത്തിയില്ലേ എന്ന് മാത്രമാണ് വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. അപ്പോൾ ഇവിടെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തുടർ നടപടികളും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഇതിന്മേൽ ഇനിയൊരു നടപടി നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? രോഹിണി, ഈ DNA പരിശോധന ഉൾപ്പെടെ നടത്തുന്നത്, അതായത് മരത്തിൻ്റെ DNA ഇന്ന ഇടത്തു നിന്ന് മുറിച്ചെടുത്ത മരമാണിത് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ആ മരത്തിൻ്റെ ആ മുറിച്ച ഭാഗവും അത് മണ്ണിനടിയിലുള്ള അല്ലെങ്കിൽ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗവും ഒന്നാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണ് DNA പരിശോധന നടത്തുന്നത്. സ്വാഭാവികമായും ഈ പല മരങ്ങളുടെയും DNA പരിശോധന നടത്തുന്നതിന് ഈ മരത്തിൻ്റെ കുറ്റി എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന മുറിച്ചെടുക്കാത്ത ഭാഗം, വേരുകളും സ്റ്റെമ്പും ചേർന്ന് നിൽക്കുന്ന ഭാഗം ഇതുവരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ആ ഒരു വസ്തുത നിലനിൽക്കുമ്പോൾ, അതായത് ഈ എവിടെ നിന്ന് മുറിച്ചു എന്ന് കൃത്യമായി കണ്ടെത്തുന്നതിനെ ആ സ്ഥലത്ത് പോയി അത് പരിശോധിക്കുകയും ഈ രണ്ട് മരങ്ങൾ, അതായത് ഈ കസ്റ്റഡിയിലിരിക്കുന്ന മുറിച്ചു മാറ്റപ്പെട്ട വലിയ മരത്തിൻ്റെ ഭാഗവും മരക്കഷ്ണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വേരിനോട് ചേർന്ന ചെറിയ ഭാഗങ്ങളും ഒന്നാണെന്ന് തെളിയിക്കുമ്പോഴാണ് ആ ഭൂമിയിൽ വളർന്ന മരമാണത് എന്ന് കൃത്യമായി തെളിയിക്കുന്നത്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നത്. അത്തരത്തിൽ തെളിയിക്കപ്പെട്ടതിന് ശേഷം ആ മരം മുറിച്ചെടുക്കുന്നതിന് ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള എന്തെങ്കിലും വീഴ്ച എത്തുമ്പോൾ അത് കണ്ടെത്തുകയും അതിൻ്റെ ഉടമ അതിനെ ലയബിൾ ആകുന്നതും അതുപോലെ തന്നെ മുറിച്ചെടുത്തവർ തമ്മിൽ അതിൻ്റെ കരാറുകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നത്. പക്ഷേ ഈ DNA പരിശോധന നടത്തുന്നു എന്ന് പറഞ്ഞ് പലയിടങ്ങളിലും DNA പരിശോധന പൂർണ്ണമായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് എപ്പോഴും ചില ആശയക്കുഴപ്പങ്ങൾ തന്നെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും കൃത്യമായി നടന്നിരിക്കുന്ന ഒരു മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ ഉത്തരവുകളുടെ മുകളിലെ ചില കളികളാണ്. അതായത് ഇത്തരത്തിൽ ഈ ട്രീ ഗ്രോത്ത് ആക്ടിൻ്റെ നിർണായക ഘടകത്തെ മാറ്റിവെച്ച് ആ 6ാം വകുപ്പിലെ സബ് ക്ലോസിനെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടത്തുക. അതോടുകൂടി ഇതിനെ നിയമപരമായ ഒരു ഉത്തരവിൻ്റെ ഒരു സ്വഭാവം, അത് സാങ്കേതികമായി വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന് മനസ്സിലാവുന്നത് സാങ്കേതികമായി വായിക്കുമ്പോൾ നിയമപരമായി ശരിയാണ് എന്ന് തോന്നുന്ന ഒരു രീതിയിൽ ഒരു ഉത്തരവിനെ വളച്ചൊടിച്ച് കുറച്ചു കാലത്തെങ്കിലും ലൈവായി നിർത്തുക എന്നൊരു കുറ്റകൃത്യമാണ് ആദ്യം നടന്നത്. ആ കുറ്റകൃത്യം സ്വാഭാവികമായും നമുക്ക് തെളിയിക്കപ്പെടേണ്ടതിന് വിശദമായ അന്വേഷണങ്ങൾ തന്നെ വേണ്ടിവരും. ആ വിശദമായ അന്വേഷണത്തിൽ ഏത് രീതിയിലാണ് ഇതിൻ്റെ ഗൂഢാലോചന, അതായത് നമുക്കറിയാവുന്നതാണ് ഇതിൽ പലയിടങ്ങളിലും പറഞ്ഞത്, ഈ റോജി സഹോദരന്മാർ തന്നെ പലരോടും പറഞ്ഞത് ഏറെ ബുദ്ധിമുട്ടിയാണ് ഇത്തരത്തിലുള്ള ഉത്തരവ് ഞങ്ങൾ സംഘടിപ്പിച്ചത്, ഇനിയും വൈകിച്ചുകൂടാ എന്നൊക്കെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഏറെ ബുദ്ധിമുട്ടി എന്ന് പറയുമ്പോൾ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് ഈ ബുദ്ധിമുട്ടിൻ്റെ ആവശ്യം എന്ത് എന്നതാണ് ഒരു ചോദ്യമായി വരുന്നത്. സ്വാഭാവികമായും കഷ്ടപ്പാട് കഴിച്ച് ഇത്തരത്തിലൊരു സർക്കാർ ഉത്തരവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും നീതിയുക്തമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിലുള്ള നീതിയുക്തമായ കാര്യങ്ങൾ
തെറ്റായ കാര്യങ്ങൾ ചെയ്തത് അദീൽ അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നായിരിക്കാം. നമുക്കത് തീർച്ചയായും പറയാൻ സാധിക്കില്ല. കാരണം അദീൽ അബ്ദുള്ള ഇക്കാര്യം മൊഴിയായി നൽകുകയും ചില സാങ്കേതികമായ നിലപാടുകൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ മരം മുറിക്കരുത് എന്ന് കൃത്യമായി തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. ആ ഉദ്യോഗസ്ഥയ്ക്ക് അത് തടയാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. ജില്ലാ കളക്ടർക്ക് മരം മുറിക്കാൻ അനുവാദം നൽകുന്നതല്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ മരം മുറിക്കുന്നത് സാധ്യമാകുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. അത്തരത്തിൽ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്താൻ പോലും അവർ തയ്യാറായില്ല. മാത്രമല്ല ഈ റവന്യൂ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകൾ കൃത്യമായി ഉണ്ടാവുകയും ചെയ്തു എന്നതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒമിഷൻസ് വരുത്തി അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. ഈ രണ്ടിടങ്ങളിലും ഏത് രീതിയിലുള്ള ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു തെറ്റായ പ്രവർത്തനം ചെയ്യുന്നതിന് എന്ത് നീക്കമാണ് നടന്നതെന്ന് കണ്ടെത്തുക എന്നതാണ് ഈ കുറ്റകൃത്യത്തിലെ ആത്യന്തികമായ ഒരു ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും പ്രതികളെയും പ്രേരണ നൽകിയവരെയും ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ സ്വാധീനിച്ചവരെയൊക്കെ കണ്ടെത്താൻ സാധിക്കും. സ്വാഭാവികമായും ആ നടപടികളിലേക്ക് നീങ്ങാനും സാധിക്കും. മാത്രമല്ല ഈ മുറിച്ചെടുത്ത മരങ്ങൾ സംബന്ധിച്ച് മുറിച്ചെടുത്ത മരങ്ങൾ നശിച്ചു പോകാനുള്ളൊരു നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് നമ്മളോട് ജോസഫ് മാത്യു തന്നെ പറഞ്ഞത്. അതായത് 4 കാലവർഷം അവിടെ കിടന്ന് 4-5 കാലവർഷത്തോളം കിടന്ന് നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായ തെളിവുകൾ പോലും നശിപ്പിക്കുന്നു. ചില തെളിവുകളായി മാറേണ്ട തൊണ്ടികൾ കടത്തിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഈ പുതിയ വാർത്തകൾ അനുസരിച്ച് പുതിയ ഈ RTA ഒക്കെ അനുസരിച്ച് ഇത്തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ട ആ ഒരു പിഴ ഒടുക്കേണ്ട പരിപാടികൾ കണ്ടുകെട്ടി സ്വത്ത് കണ്ടുകെട്ടി പിഴ ഈടാക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായും വീഴ്ച വരുത്തി അതിനെ പല മറ്റു ന്യായീകരണങ്ങൾ, അതായത് ഈ ഉത്തരവിലെ തെറ്റായ ന്യായീകരണം കണ്ടെത്തി 100 ദിവസത്തേക്കൊരു പുകമറ സൃഷ്ടിച്ചത്, അതുപോലെ തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചില മറ്റുത്തരവുകൾ, അതായത് വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് നിയമപരമായ വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് നീക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നടത്താതിരിക്കുക, കുറ്റപത്രം തന്നെ ദുർബലമാക്കുക, ഇത്തരത്തിൽ ഒരു ആസൂത്രിതമായ നീക്കങ്ങൾ കൃത്യമായി നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായും നമുക്കറിയാം ഈ അഗസ്റ്റിൻ സഹോദരന്മാരും അവരുടെ സ്വാധീനവും മാധ്യമരംഗത്തെ സ്വാധീനവും എല്ലാം തന്നെ ഗൗരവമേറിയൊരു വിഷയം തന്നെയാണ് ഇക്കാര്യത്തിൽ. അത്തരത്തിലുള്ളൊരു നീക്കം നടത്താൻ അവർക്ക് ഒത്താശ ചെയ്തത് ആരെ എന്ന് കണ്ടെത്തുന്നിടത്താണ് ഈ കുറ്റകൃത്യത്തിൻ്റെ യഥാർത്ഥ മുഖം പുറത്തു വരിക. അതെ, അതുതന്നെയാണ്. ശ്രീ ജോസഫ് മാത്യു, അവസാനമായി തുടക്കം മുതൽ ഈ കേസിലെ എല്ലാ കള്ളക്കളികളും താങ്കൾക്ക് വ്യക്തമായത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതലുള്ള ഗൂഢാലോചന, ദുർബലമായ കുറ്റപത്രം, റവന്യൂ റിക്കവറി അടക്കമുള്ളവയിൽ വീഴ്ച വരുത്തുക, എന്തിന് അതിലുപരി തൊണ്ടി മുതലടക്കം ഒരു ഭാഗത്ത് കിടന്ന് നശിക്കുന്നു. വനത്തിൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന പല വലിയ മരത്തടികളും റോഡിൻ്റെ അതിർത്തികളിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ മരത്തടികൾ നശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ് തന്നെ കോടതിയെ സമീപിക്കുന്നു. കാരണം അവർക്കറിയാം ഇത് തങ്ങളിലേക്ക് തന്നെ വന്നു ചേരും എന്നുള്ളൊരു ആത്മവിശ്വാസം. അങ്ങനെ ഒരു തുടക്കം മുതൽ അവസാനം വരെയുള്ള സമ്പൂർണ്ണ കള്ളക്കളിയിലേക്ക് ഈ മുട്ടിൽ മരം മുറി കേസ് നീങ്ങുമ്പോൾ ഇതിലെ 12 പ്രതികളിൽ പ്രധാന പ്രതികൾ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരാണ്. അവർ ഉന്നത പദവികൾ വഹിക്കുന്നുണ്ട്. അവരുടെ സ്വാധീന ശക്തി വലുതാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു തുടർ നീക്കം അല്ലെങ്കിൽ തുടരന്വേഷണം, പുനരന്വേഷണം ഒക്കെ സാധ്യമാകുമോ? തീർച്ചയായിട്ടും ഇതിൽ മറ്റൊരു ഏജൻസി എടുത്ത് ഈ നിയമപരമായി കോടതിയിൽ കുറ്റപത്രം കൊടുത്തു, ഇനിയും കുറ്റപത്രങ്ങൾ കൊടുക്കാനുണ്ട്. പക്ഷെ കോടതിയിൽ കുറ്റപത്രം കൊടുത്തു എങ്കിലും ഒരു പുനരന്വേഷണം മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് തടസ്സമില്ല. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി തുടരന്വേഷണം എന്ന് പറഞ്ഞാൽ ഈ നിലവിലുള്ള ഈ 84,600 പേജുള്ള കുറ്റപത്ര കേസ് ഡയറിയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. ഈ കേസിൽ ഇനിയാണെങ്കിലും വൈകിട്ടില്ല. കാരണം ഈ കേസിന്റെ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു പുനരന്വേഷണം വന്നാലും ഇതിൽ വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വരും. കാരണം ഇതിൽ ഗൂഢാലോചന ഒരു പ്രധാന ഘടകമാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, ആരുമായി ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് വിഷയം. ഈ 120B അട്രാക്ട് ചെയ്യപ്പെടണമെങ്കിൽ, ആ സെക്ഷൻ നിലനിൽക്കണമെങ്കിൽ. അപ്പം അത് തീർച്ചയായിട്ടും അതിനകത്ത് ഈ അന്വേഷണത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ, നമ്മള് ഈ കുറ്റകൃത്യത്തെ കാണേണ്ടത്, അതായത് ഒരു നിയമം നിലനിൽക്കെ അതിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണല്ലോ, അതിന് വിരുദ്ധമായ അത് നിയമപരമല്ലാത്ത ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വീഴ്ച, ഇതൊക്കെ വരുത്തുമ്പോഴാണ് ഒരു കുറ്റകൃത്യം ഉണ്ടാവുന്നത്. ആ കുറ്റകൃത്യത്തിൽ പ്രധാനമായിട്ടുള്ള കാര്യം ഒന്ന്, കുറ്റകൃത്യത്തിൽ ഉള്ളത് നമ്മൾ ഗിൽട്ടി ആക്ട് എന്ന് പറയും. ഗിൽട്ടി ആക്ട് ആൻഡ് ഗിൽട്ടി മൈൻഡ്, അതായത് കുറ്റകരമായ പ്രവൃത്തി, കുറ്റബോധമുള്ള മനസ്സ്, ഇത് രണ്ടും ചേർന്ന് പ്രവർത്തിക്കുക വഴിയാണ് കുറ്റകൃത്യം ഉണ്ടാകുന്നത്. തീർച്ചയായും. ശ്രീ ജോസഫ് മാത്യു, ക്ഷമിക്കുക, സമയക്കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും
മുട്ടിൽ മരം മുറിയിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നു. തുടർന്നും അട്ടിമറി ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് റവന്യൂ റിക്കവറി അടക്കമുള്ള നടപടികൾ പോലും മരവിപ്പിച്ചതിലൂടെ. ജനം സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.